വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ജൂൺ ജൂലൈ മാസങ്ങൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു ബിസിനസ് ഐഡിയ ആണ്. ബോയ്സ് ഹോസ്റ്റൽ അഥവാ ഗേൾസ് ഹോസ്റ്റൽ ബിസിനസ്. വളരെയധികം ചിലവ് കുറഞ്ഞ് 2 ലക്ഷം രൂപയിൽ താഴെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനുമൊക്കെ തേർഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു സ്ഥലവുമായിട്ട് പരിചയമായി കാണും. അപ്പം അവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത്. വില കുറഞ്ഞ് നിങ്ങൾക്ക് വീടുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലും കുറഞ്ഞ വിലയ്ക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയയിലാണ് 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ കട്ടിൽ, അങ്ങനെയുള്ള മേശകൾ, കട്ടിലുകൾ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് വേണം. ഏകദേശം 20 പേരെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ നമ്മളൊരു വീട് അല്ലെങ്കിൽ ഒരു പറ്റം വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുക. അതിന് ഞാൻ പറയുന്നത് വാടകയ്ക്ക് എടുക്കുന്നത് നമ്മൾ ഒറ്റയായിട്ട് എടുക്കുക. ഒന്നെങ്കിൽ ഒറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വാടക കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കൊക്കെ ഒറ്റയ്ക്ക് വീട് കിട്ടും. അല്ല എങ്കിൽ വാടകയ്ക്ക് നിങ്ങൾ എടുക്കുക. ഡയറക്റ്റ് പാർട്ടികളിൽ നിന്ന് വീട് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ബ്രോക്കർമാർ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ബ്രോക്കർ ഫീസ് കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ടാണ് ഡയറക്റ്റ് വീട് എടുക്കുക എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആളൊന്നിന് 3000 രൂപ മുതൽ 6000 രൂപ വരെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. 3000 രൂപയ്ക്ക് നിങ്ങൾ അക്കോമഡേഷൻ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. 6000 രൂപയ്ക്കാണ് എങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ ഫുഡിനും 3000 രൂപ അക്കോമഡേഷനും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഫുഡ് വെക്കാൻ സാധിക്കത്തില്ല എങ്കിൽ ഫുഡ് കൊടുക്കുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ള ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവരുമായിട്ടുള്ള ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിന് ഒരു മാസത്തിനുള്ള ഫുഡ് അവർ 3000 രൂപയ്ക്കും 2500 രൂപയ്ക്കൊക്കെ ചെയ്തു തരും. ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് അനുയോജ്യമായ ഒരു വലിയ വീട് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലാണ്. അതിനുശേഷം സ്റ്റുഡൻസ് വന്ന് താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഉറപ്പുവരുത്തുക. ഉദാഹരണം പറഞ്ഞാൽ കറണ്ട്, വെള്ളം, അവർക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം, അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റുഡൻസ് വരുമ്പോഴത്തേനും അവർക്ക് കിടക്കാനായിട്ട് കട്ടിൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ഹോൾസെയിലായിട്ട് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ പോയിട്ട് ഡബിൾ ഡെക്കർ കട്ടിലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 10000 രൂപയ്ക്കൊക്കെ നമുക്കൊരു ഡബിൾ ഡെക്കർ കട്ടിലുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആദ്യം തുടക്ക സമയത്ത് ഒരു 5 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം ഒക്കെ വാങ്ങിച്ചാനായിട്ട് മതിയായിരിക്കും. ഏകദേശം 10 സ്റ്റുഡൻസ് തന്നെ നിങ്ങളുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ 3000 രൂപ വെച്ച് 30000 രൂപ നിങ്ങൾക്ക് മാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് 20 പേരാണ് എങ്കിൽ 60000 രൂപ വരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് വിത്തൗട്ട് ഫുഡാണ്. നമ്മുടെ വിത്ത് ഫുഡാണ് എങ്കിൽ നിങ്ങൾക്ക് 1,20,000 രൂപ വരെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാ ചിലവുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മാസം ഒരു 40,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സ്കൂളുകൾ, കോളേജുകൾ, വലിയ വലിയ ഗവൺമെൻറ് ഓഫീസുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് കമ്പനികൾ, മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എന്നിവയ്ക്ക് അടുത്തായിട്ട് നിങ്ങൾ ഹോസ്റ്റൽ തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പം കുട്ടികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വലിയ പാട് ഉണ്ടാകത്തില്ല. പിന്നീട് ആ ജോലിക്ക് വരുന്ന അല്ലെങ്കിൽ ആ പഠിക്കുന്ന സ്റ്റുഡൻസിനെ എല്ലാം പറയും അവിടെ ഒരു ഹോസ്റ്റലുണ്ട്, നമുക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ മെയിനായിട്ട്. അപ്പോൾ എല്ലാവരും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അത്യാവശ്യം പ്രിൻ്റഡ് ആയിട്ടുള്ള നോട്ടീസുകൾ നിങ്ങൾ അടിച്ചിട്ട് പോസ്റ്റുകളിലും അതുപോലെ തന്നെ വൈസൈഡിലൊക്കെ ഒട്ടിക്കുക, മതിലുകളിലൊക്കെ ഒട്ടിക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ആളുകളെ കിട്ടിത്തുടങ്ങും. നല്ല ഫുഡ്, നല്ല അന്തരീക്ഷം, നല്ല പെരുമാറ്റമാണെങ്കിൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ റെഫർ ചെയ്ത് ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണ്. ഒരുപാട് ഏണിങ്സ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ടോ സൈഡ് ബിസിനസ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്.